ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 156. നിന്റെ ഗർഭഫലവും അനുഗ്രഹീതം. അതേക്കുറിച്ച് ഗർഭഫലം എന്നതിനെക്കുറിച്ച് ഉദരഫലം, നിന്റെ ഉദരഫലമായ ഈശോ എന്നാണല്ലോ നമ്മൾ മരിയസ്തുതിയിൽ ചൊല്ലുന്നത്. അപ്പോൾ നിന്റെ ഗർഭഫലമായ അല്ലെങ്കിൽ നിന്റെ ഉദരത്തിൻ ഫലമായ ആ വാക്യത്തെക്കുറിച്ചാണ് എലിസബത്ത് പറഞ്ഞ തിരുവചനത്തെക്കുറിച്ചാണ് നമ്മൾ രണ്ട് എപ്പിസോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഗർഭഫലമെന്ന് എലിസബത്ത് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്ത്, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ ഇന്ന് കാണുകയാണ്. നിന്റെ ഗർഭഫലം, അതായത് മറിയത്തിൽ ഉള്ളത് പുരുഷന്റെ വിത്തല്ല, സ്ത്രീയുടെയാണ്. ഗർഭത്തിന്റെ ഫലമാണ്, സ്ത്രീയുടെ വിത്താണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിലേക്കാണ് ഈ എലിസബത്ത് കൈ ചൂണ്ടുന്നത്. അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹീബ്രുവിൽ ഈ സാത്താനോട് ദൈവം പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സന്തതി എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും ഹീബ്രുവിൽ വിത്ത് എന്നാണ് കിടക്കണേ. അപ്പോൾ ദൈവം സാത്താനോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ വിത്തും അവരുടെ വിത്തും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ വിത്ത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ വിത്തും സ്ത്രീയുടെ വിത്തും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അതായത് മനുഷ്യ സ്ത്രീകളുടെ സന്തതികളാണ് മറ്റെല്ലാ മനുഷ്യരും. അവരും പിശാചുമായിട്ട് സഖ്യമല്ല, ശത്രുതയാണ്. തീർന്നില്ല. ആ സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ സന്തതിയാണ് മിശിഹ. അപ്പൊ ആ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത സ്ത്രീ ആരാണ്? മറിയമാണ്. അപ്പോൾ ആദ്യ സുവിശേഷം, പ്രോട്ടോവെങ്കേലിയം, ആദ്യത്തെ നല്ല വാർത്ത, സദ്വാർത്ത എന്ന് പറയുന്ന ഉൽപ്പത്തി 3:15 വിരൽ ചൂണ്ടിയാണ് ഈ എലിസബത്ത് സംസാരിക്കുന്നത്. നിന്റെ ഗർഭഫലം, സ്ത്രീയുടെ വിത്താണ് നിന്റെ ഉള്ളിലുള്ളത്. നീ സ്ത്രീയാണ്, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്റെ ഗർഭഫലം, നിന്റെ സ്ത്രീയുടെ വിത്ത് ആയ മിശിഹ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ സ്ത്രീയുടെ വിത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മറിയത്തിലുള്ളത് സ്ത്രീയുടെ വിത്താണ്, പുരുഷന്റെ വിത്തല്ല. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ വിത്താണ് മറിയത്തിന്റെ ഗർഭത്തിലുള്ളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് രണ്ട് പ്രധാനപ്പെട്ട ധ്വനികൾ വരികയാണ്. ഒന്ന്, ഈ സാത്താൻ എന്ന സർപ്പത്തെ കീഴടക്കുന്നത് ആരൊക്കെയാണ് ശത്രുത? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും, നീയും സ്ത്രീയും തമ്മിലും നിന്റെ വിത്തും അവളുടെ വിത്തും തമ്മിലും. അപ്പോൾ സാത്താനും മറിയും തമ്മിൽ ശത്രുതയുണ്ട്. സാത്താന്റെ സന്തതിയും മറിയത്തിന്റെ സന്തതിയും തമ്മിൽ ശത്രുതയുണ്ട്. അപ്പോൾ മറിയത്തിന്റെ സന്തതിയും മറിയത്തിന്റെ വിത്തും സാത്താനെതിരെ സാത്താനെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് മറിയത്തിന്റെ സന്തതി മാത്രമല്ല സാത്താനെ തോൽപ്പിച്ചത്, മറിയം കൂടിയാണ്. നീയും സ്ത്രീയും തമ്മിലും, മറിയം എന്ന സ്ത്രീയും തമ്മിലും നിന്റെ വിത്തും അവളുടെ വിത്തും തമ്മിലും ശത്രുതയുണ്ട്. ശത്രുത മറിയത്തിന്റെ സന്തതിയായിട്ട് മാത്രമല്ലല്ലോ, മറിയുമായിട്ടുണ്ട്. സാത്താന്റെ ശത്രുത മറിയുമായിട്ടും കൂടിയാണ്. മറിയത്തിന്റെ സന്തതിയും കൂടി ചേർന്നാണ് സാത്താന്റെ തല തകർക്കുന്നത്. അവൻ നിന്റെ തല തകർക്കുമെന്നാണ്. പക്ഷെ ഹീബ്രുവിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, അവനെന്നോ അവളെന്നോ ആകാം. ഹീബ്രുവിൽ ഒറിജിനൽ അങ്ങനെയാ. ആ ഒറിജിനൽ അറിയാത്തവരാണ് മലയാളം മാത്രം പറഞ്ഞിട്ട് അവൻ എന്നാണ് പറഞ്ഞത്, അവൾ എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. ജെറോം അവൾ എന്നാണ് തർജ്ജമ ചെയ്തത്. ഹീബ്രുവിൽ അങ്ങനെ സാധിക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശത്രുത എന്ന് സാത്താനുമായി ശത്രുത എന്ന് പറയുന്നത് മിശിഹായ്ക്ക് മാത്രമല്ലല്ലോ, നീയും സ്ത്രീയും തമ്മിലും ശത്രുതയുണ്ട്. അതായത് സാത്താനും മറിയും തമ്മിൽ ശത്രുതയുണ്ട്. സാത്താന്റെ സന്തതിയും മറിയത്തിന്റെ സന്തതിയും തമ്മിൽ ശത്രുതയുണ്ട്. അപ്പം മറിയത്തിന്റെ സന്തതിയും മറിയത്തിന്റെ വിത്തും സാത്താനെ തകർക്കുന്നതിൽ പങ്കുവഹിക്കുന്നതാണ് തിരുവചനം പറയണേ, ഉൽപ്പത്തി 3:12. ആ തിരുവചനത്തെ മാനിക്കാതെ മറിയത്തിന് യാതൊരു റോളും ഇല്ല, മിശിഹായ്ക്ക് മാത്രമേ റോളുള്ളൂ എന്ന് തിരുവചനത്തെ വ്യഭിചരിച്ചുകൊണ്ട് പറയുന്ന പെന്തക്കോസ്തകാരോടും യഹോവ സാക്ഷികളോടും അങ്ങനെയുള്ള ദൈവസഭക്കാരോടും ഒക്കെ അവരെക്കെതിരെ ഞാൻ പറയുന്നതിന് കാരണം അവർ തിരുവചനത്തിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ്. അടുത്തൊരർത്ഥം, എനിക്കത് 10-ാമത്തെ മറ്റർത്ഥം എനിക്ക് തോന്നുന്നു. ഞാനത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി വ്യക്തമാക്കാം. ഗർഭഫലം, ഉദരത്തിൻ ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ. ഈ ഫ്രൂട്ട് കാർപ്പോസ് എന്നാണ് ഗ്രീക്കില്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വൃക്ഷത്തിന്റെ സങ്കല്പം വരികയാണ്. ഒരു വൃക്ഷം, അതിലല്ലേ ഫ്രൂട്ടാണ് ഫലം ഉണ്ടാകുന്നത്. മാങ്ങ, ചക്ക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്, ഫലം.
അപ്പോൾ മറിയത്തെ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ് എലിസബത്ത്. നിന്റെ ഗർഭത്തിന്റെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂംബ്, ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂംബ്, നിന്റെ ഗർഭത്തിന്റെ ഫലം. മറിയത്തെ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. വൃക്ഷഫലം പോലെ മറിയത്തിന്റെ ഗർഭഫലം. ദൈവമാണ് ജീവന്റെ വൃക്ഷം, അതിലെ സജീവ ശാഖയാണ് മറിയം. ജീവദായകനായ ദൈവപുത്രൻ മറിയം എന്ന ദൈവിക ശാഖയിലെ ഫലമാണ്. നമ്മൾ മാമോദീസയില് നമുക്ക് കിട്ടുകയാണെന്ന് ഓർക്കണേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യേശുവിന്റെ പിളർന്ന് കിടക്കുന്ന പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലമാണ് മാമോദീസ തൊട്ടിയിലുള്ളത്, അല്ലാതെ പമ്പയിലെയും പെരിയാറിലെയും വെള്ളമല്ല. അതുപോലെ തന്നെ അവന്റെ പാർശ്വത്തിൽ ഒഴുകിയ ജീവരക്തമാണ് വിശുദ്ധ കുർബാന എന്ന് പറയണേ. ആ മാമോദീസ ജീവജലത്തിൽ, കർത്താവിന്റെ പാർശ്വത്തിൽ ഒഴുകുന്ന ജീവജലത്തിൽ നമ്മൾ മാമോദീസ മുങ്ങുകയും കർത്താവിന്റെ ജീവരക്തം, പാർശ്വത്തിൽ നിന്ന് ജീവരക്തം നമ്മൾ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തോമാസ് ലീഗ കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിന്റെ ശാഖയായി ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. റോമാലേഖനം 11, യോഹന്നാൻ സുവിശേഷം 15:1 നമുക്ക് കാണാം. മറിയം അതുപോലത്തെ ഒരു ശാഖയാണെന്ന്, സജീവ ശാഖയാണെന്ന് എലിസബത്ത് പറയാണ്. ദൈവമാണ് ജീവന്റെ വൃക്ഷം, അതിലെ സജീവ ശാഖയാണ് മറിയം. അവള് മറിയത്തോട്, യേശുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവളാണ്. അങ്ങനെയുള്ളവളുടെ ഉള്ളിൽ നിന്നാണ് ജീവദായകനായ ദൈവപുത്രൻ ഈ മറിയം എന്ന സജീവ ശാഖയിലെ ഫലമായിട്ടാണ് നമുക്ക് നൽകപ്പെടുന്നത്. എന്തൊരു ഉയർന്ന ദൈവശാസ്ത്രമാണ് എലിസബത്ത്. ഗർഭഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂം എന്ന് പറയുമ്പോൾ മറിയത്തെ വൃക്ഷത്തോട്, അല്ലെങ്കിൽ ആ ശാഖയോ സജീവ ശാഖയോട് ഉപമിക്കുകയാണ്, ഫലമുള്ള ശാഖയോട്. നമ്മളും സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിൻ്റെ, സാക്ഷാൽ മനുഷ്യനായ യേശുവിൻ്റെ സജീവ ശാഖയായി മാറുകയാണ് ഈ പ്രവേശക കൂദാശകളിലൂടെ, 3 കൂദാശകളിലൂടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുകയാണ്. അതാണ് മറ്റൊരർത്ഥം. 11ാമത്തെ ഒരു അർത്ഥം ഞാൻ പറയട്ടെ. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ശാപം കൊണ്ടുവന്നു. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം, മറിയം എന്ന വൃക്ഷശാഖയിലെ ഫലം കൃപ കൊണ്ടുവരുന്നു. മറിയത്തിന്റെ ഗർഭഫലം കൃപ കൊണ്ടുവരുന്നു, രക്ഷയ്ക്കുള്ള കൃപ കൊണ്ടുവരുന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ശാപം കൊണ്ടുവന്നെങ്കിൽ, അത് കഴിച്ചപ്പോൾ പാപത്തിലൂടെ ശാപം മരണം കൊണ്ടുവന്നെങ്കിൽ, മറിയം എന്ന വൃക്ഷത്തിലെ ഫലം കൃപ കൊണ്ടുവരുന്നു, മനുഷ്യരെ രക്ഷിക്കാനുള്ള കൃപ കൊണ്ടുവരുന്നു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. ആ കൃപയുടെ ഫലമാണ് ഈ മറിയത്തിലെ ഗർഭഫലം. ഹവ്വ വൃക്ഷത്തിന്റെ ഫലം തിന്നു, മനുഷ്യന്റെ പതനമായിരുന്നു അത്. മറിയം ഫലം ഗർഭത്തിൽ കൊണ്ടു നടക്കുന്നു. ജീവന്റെ ഫലം, മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പും വീണ്ടെടുപ്പുമാണ് ആ ഫലം നമുക്ക് നൽകുന്നത്. ഇതാണ് നിന്റെ ഗർഭഫലം എന്നതുകൊണ്ട് എലിസബത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് തന്നെ ഒരു വലിയ തീസിസായിട്ട് എഴുതാൻ കേട്ടോ. ഞാനിങ്ങനെ ചെറിയ പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ്. അടുത്തൊരു പോയിന്റ് കൂടി പറയാം. അബ്രഹാമിന്റെ ഫലത്തിലൂടെ ലോകത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12:3. അബ്രഹാമിന്റെ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള സകല ജനതകളും സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന. അബ്രഹാമിന്റെ വിത്തിലൂടെ എന്നാണ് ശരിക്കും. അബ്രഹാമിന്റെ സന്തതിയിലൂടെ എന്ന് പറഞ്ഞാൽ വിത്തിലൂടെ എന്നാണ്. അബ്രഹാമിന്റെ വിത്തിലൂടെ ലോകത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദാനം ശരിക്കും നിറവേറുന്നത് മറിയത്തിന്റെ ഗർഭഫലത്തിലൂടെയാണ്. ഇക്കാരണത്താലാണ് സ്തോത്രഗീതം എന്ന മഗ്നിഫിക്കാത്തില്, ദൈവസ്തുതി കീർത്തനത്തില് മറിയം എന്താ പറയുന്നത്? നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ വിത്തിനും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 54-55. എന്തിനാണ് അബ്രഹാമിനെ അവിടെ മഗ്നിഫിക്കാത്തിൽ ഓർത്തിരിക്കുന്നത്? അബ്രഹാമിന്റെ വിത്തിലൂടെ, അബ്രഹാമിന്റെ സന്തതിയിലൂടെ ലോകത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കുമെന്നാണ്. ആ അബ്രഹാമിന്റെ വിത്ത് ആരാണ്? യേശു. അബ്രഹാമിന്റെ സന്തതി ആരാണ്? യേശു. പക്ഷെ ആ സന്തതി, ആ ഫലം ഇപ്പൊ എവിടെ കിടക്കുന്നത്? മറിയത്തിന്റെ ഗർഭത്തില്. അപ്പം മറിയത്തിന്റെ ഗർഭഫലമായ ഈശോയാണ് അബ്രഹാമിന്റെ വിത്ത്. അബ്രഹാമിന്റെ വിത്തിലൂടെ ലോകത്തെ സകല കുടുംബങ്ങൾ ആശീർവദിക്കും പറഞ്ഞല്ലോ. ആ അബ്രഹാമിന്റെ വിത്ത് മറിയത്തിന്റെ ഗർഭഫലമാണ്. അതുകൊണ്ടാണ് മറിയും അബ്രഹാമും തമ്മിൽ ആ ബന്ധം മഗ്നിഫിക്കാത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ മറിയത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി പറയാണ്. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വിത്തിനും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ ഗർഭത്തിൽ കിടക്കുന്നതെന്നാണ്. ആ ഗർഭത്തിൽ
ഈശോ കിടക്കുമ്പോഴാണ് മറിയ ഈ പാട്ട് പാടുന്നത്, എലിസബത്തിൻ്റെയും സക്കറിയാസിൻ്റെയും വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാമുമായിട്ട് മറിയം അവിടെ ബന്ധപ്പെടുത്തുന്നത്? അത് ഈ ഉൽപ്പത്തി പുസ്തകം 12:3 മറിയം ഓർക്കുന്നത് കൊണ്ടാണ്. ഗർഭഫലം എന്നതുകൊണ്ട് എലിസബത്ത് അവിടെ പറയാനിടയ കാരണവും അവിടെ വെച്ച് തന്നെ, എലിസബത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ അബ്രഹാമിനെ മറിയം ഓർക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറുന്നത് മിശിഹായിലൂടെയാണെങ്കിലും ആ മിശിഹ മറിയത്തിന്റെ ഗർഭഫലമാണ്. അങ്ങനെ മറിയത്തിന്റെ ഗർഭഫലമാണ് അബ്രഹാമിന്റെ വിത്ത്. മനസ്സിലായോ? ഈ തിരുവചനങ്ങളുടെ ബന്ധമാണ്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പഴയ നിയമം വായിക്കുക പോലും ചെയ്യില്ലേ പലര്. അതിലത്തെ ദൈവം യുദ്ധക്കൊതീനാന്ന് പറഞ്ഞൊരു മാറ്റിവെച്ചിരിക്കുക. ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞതയുടെ ആഴമാണ് കാണിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഞാൻ പഴയ നിയമം മുഴുവൻ വായിച്ചു, ഒരുപാട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടും യുദ്ധക്കൊതീനായ ഒരു ദൈവത്തെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്തത്, അല്ലെങ്കിൽ വായിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാത്തത്, എന്നിട്ട് അറിവില്ലായ്മ തന്നെ പ്രഖ്യാപിച്ച് നടക്കുന്നത്, ദൈവത്തെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ നേരെ പഠിക്കാൻ തയ്യാറല്ലാതെ യുദ്ധക്കൊതീനാണെന്ന് മീഡിയ പറഞ്ഞത് മുഴുവൻ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിനും അറിയില്ല, ദൈവത്തിനും അറിയില്ല, ബൈബിളും അറിയില്ല, പഴയ നിയമവും അറിയില്ലെന്ന് അർത്ഥം. ഇതൊക്കെ ഈ ബന്ധം ഒന്ന് നോക്കിയാൻ, അബ്രഹാമും മഗ്നിഫിക്കാത്തും മറിയും തമ്മിലുള്ള ആ ബന്ധം നോക്കിയാൻ എത്രയോ ആഴമാറിയ സംഗതികളാണ് കിടക്കുന്നത്. അബ്രഹാമിനോട് പറയുന്ന ആ വാഗ്ദാനം എന്ന് പറഞ്ഞത് BC 2000-ലാണ്. 2000 വർഷം കഴിഞ്ഞിട്ടാണ് അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദാനം നിറവേറുന്നത്. അത്തരം പ്രവചനങ്ങളാണ് ബൈബിളിലുള്ളത്. നമ്മൾ ഈ ധ്യാനഗുരുക്കന്മാർ ചോദിച്ചിട്ട് എനിക്ക് ഫ്ലാറ്റ് വാങ്ങിക്കാമോ, ഈ കുട്ടി കല്യാണം കഴിക്കാമോ, അങ്ങനെയുള്ള ഈ നക്കാപ്പിച്ച പ്രവചനങ്ങളും ദർശനങ്ങളും അത് ബൈബിളിലില്ല. വിജാതിരുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ബൈബിളിലില്ല. അത് വിജാതിരുടെ സ്വാധീനം ചില ഇസ്രായേലിനെ വഴിതെറ്റിച്ചിട്ടുണ്ട്. സാവൂളിനെപ്പോലുള്ള ആളുകളെ, പഴയ നിയമത്തിൽ സാവൂളിനെപ്പോലുള്ള ആളുകൾ വഴിതെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ രീതി ആയിരുന്നില്ല. അതുകൊണ്ടാണ് രാജ്യത്വം അവനിൽ നിന്ന് എടുക്കപ്പെട്ടത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മറ്റൊരു പഴയ നിയമ വചനത്തിലേക്കും വിരൽ ചൂണ്ടാണ് ആര്? ഈ എലിസബത്ത്. നിയമാവർത്തന പുസ്തകത്തിൽ 7:13, നിയമാവർത്തനം 7:13, 28:4 അവയുടെ പൂർത്തീകരണം, അതിൻ്റെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണത്. എന്നാണ് നിയമാവർത്തനം 7:13? അവിടുന്ന് നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും, അവിടുന്ന് നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും അവിടുന്ന് സമൃദ്ധമാക്കും, നിന്റെ ധാന്യം, നിന്റെ വീഞ്ഞ്, നിന്റെ എണ്ണ എന്നിവ സുലഭമാക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കും, കന്നുകാലിയുടെ പേറും ആടുകളുടെ പെറ്റുപെരുകലും നിർബാധമായി ഉണ്ടാകും. ഇതാണ് നിയമാവർത്തനം 7:13. നിയമാവർത്തനം 28:4 ഇതിനോട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും നിന്റെ വളർത്തുമൃഗഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പ്രസവവും അനുഗ്രഹിക്കപ്പെടും. എലിസബത്ത് ഈ പഴയ നിയമം അറിയുന്നവളാണ് എലിസബത്ത്. പഴയ നിയമത്തെ പുച്ഛിച്ച് തള്ളി മാറ്റി നിർത്തുന്നവളല്ല എലിസബത്ത്, നമ്മൾ പലരും ചെയ്യുന്നത് പോലെ. ഈ പൗരോഹിത്യം എന്ന കാര്യം വരുമ്പോൾ അത് പഴയ നിയമം ആണെന്നും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നുള്ള അത് വരുമ്പോൾ പഴയ നിയമം നോക്കാതെ പുതിയ നിയമം മാത്രം നോക്കിയാൽ മതിയെന്നും പറയുന്ന ഇരട്ടത്താപ്പുകാരുണ്ടല്ലോ. അതായത് തിരുസ്വരൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ പഴയ നിയമത്തിലെ വചനം എടുക്കും. എന്നാൽ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞാലോ അത് പഴയ നിയമത്തിലാണോ ഉള്ളൂ, പുതിയ നിയമത്തിൽ ഇല്ലെന്ന് പറയും. ഇത് ഇരട്ടത്താപ്പാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം വരുമ്പോൾ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോകും, പഴയ നിയമം വചനം റെഫർ ചെയ്യും. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോൾ അത് പഴയ നിയമമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇത് ഇരട്ടത്താപ്പാണ്. നമുക്ക് എന്തുകൊണ്ടാണ്, ക്രിസ്ത്യാനികൾക്ക് എന്തുകൊണ്ടാണ് പഴയ നിയമം പുതിയ നിയമം ഉള്ളത്? അത് പഴയ നിയമമാണ് കർത്താവ് ഈശോ മിശിഹായുടെ ബൈബിള്, മറിയത്തിൻ്റെ ബൈബിള്, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തോമസ് ലീയുടെ ഒക്കെ ബൈബിള് പഴയ നിയമമാണ്. അവർക്കത് ഈ യുദ്ധക്കൊതിനായ ദൈവത്തിൻ്റെ കഥയായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ആ പഴയ നിയമം പൂർത്തിയാക്കാനാണ് കർത്താവ് വന്നത്, റദ്ദാക്കാനല്ല. ഇത്രയും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടും അതെല്ലാം പഴയ നിയമമാണെന്ന് പറഞ്ഞ് റദ്ദാക്കുന്ന പൗരോഹിത്യം തുടങ്ങിയ സംഗതികൾ വരുമ്പോൾ അപ്പോൾ റദ്ദാക്കിയെന്ന് പറയും. വിഗ്രഹാരാധന കാര്യം പറയുമ്പോൾ പഴയ നിയമം എടുക്കുള്ളൂ, പുതിയ നിയമം എടുക്കില്ല. ദൈവം മനുഷ്യനായ കാര്യം എടുക്കില്ല. ദൈവം മനുഷ്യനായി ഞങ്ങൾ കണ്ടു തൊട്ടുന്നൊക്കെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ അവൻ മാറ്റിയിട്ടുണ്ട്, റദ്ദാക്കുകയല്ല, അതിന് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയാതെ പഴയ നിയമത്തെ ആവശ്യത്തിന്, അതായത് നമുക്കൊരു ഹിഡൻ അജണ്ട വെച്ചിട്ട് ആ അജണ്ടയിലേക്ക് പറ്റുന്ന തരത്തിൽ വചനങ്ങൾ ഇങ്ങനെ പിടിച്ചു വലിച്ച് ഇറക്കി കൊണ്ടുവരിക, എന്നിട്ട് ആ ഹിഡൻ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുക. അത് തിരുവചനത്തോട് ചെന്ന് വലിയ അപരാധമാണ്.
മറിച്ച് തിരുവചനം എന്ത് പഠിപ്പിക്കുന്നുവോ ആ തിരുവചനത്താൽ പഠിപ്പിക്കപ്പെടാൻ, അത് നമുക്ക് പ്രയാസമുള്ള സംഗതിയാണെങ്കിലും പഠിപ്പിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ ഈ പഴയ നിയമ വചനങ്ങൾക്ക് ഗർഭഫലം എന്ന വാക്കുകൊണ്ട് ഈ എലിസബത്ത് മറ്റു ചില കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുകയാണ്. മറിയത്തിൻ്റെ ഗർഭഫലം, കൃഷിഫലം, പെണ്ണിൻ്റെ ഫലം, മണ്ണിൻ്റെ ഫലം, ഇതൊക്കെ സൂചിപ്പിക്കുകയാണ്. പേറും പ്രസവവും ഇതെല്ലാം വചനവുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നാണ് പറയണേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പോൾ കല്യാണം കഴിക്കില്ല, കല്യാണം കഴിച്ചാൽ മക്കളില്ല, കല്യാണം കഴിക്കുന്നതിന് 40 വയസ്സ് കഴിഞ്ഞിട്ട് 42 വയസ്സ് കഴിഞ്ഞ്, അതായത് സുഖം ആസ്വദിക്കുക, ഉത്തരവാദിത്തങ്ങൾ വേണ്ട, മക്കളെ വേണ്ട, സമുദായം വേണ്ട, എന്നോടുകൂടി ലോകം അവസാനിക്കട്ടെ, എനിക്ക് ശേഷം പ്രളയം വരട്ടെ, സഭയും വേണ്ട, തലമുറയും വേണ്ട, കുടുംബവും വേണ്ട. എന്തൊരു ഭീകരമായ പൈശാചികമായ ചിന്തയാണത്. ദൈവത്തിന്റെ വചനത്തിൽ ചേർന്ന് പോകാത്ത അവസ്ഥയാണത്. പേറും പ്രസവവും വേണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇല്ലേ, ഗർഭം ധരിച്ച് അമ്മയാകുന്നതിന്റെ ആനന്ദം ഇല്ലേ തുള്ളിച്ചാടി പോകേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ, ആശുപത്രികളാണ് ഈ ഗർഭകാലത്തിന് ഇത്രമാത്രം പേടി സ്വപ്നമാക്കി മാറ്റിയത്. നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾ പ്രസവിച്ചത് ആശുപത്രിയിലായിരുന്നോ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നേരം വെളുത്ത് വന്നിട്ടുണ്ട് മൂത്ത ചേച്ചി അവിടെ മറ്റൊരു മുറിയിൽ പ്രസവിച്ച് കിടക്കുന്നു. അന്ന് അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശിശുമരണ നിരക്കോ അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പേടി സ്വപ്നമാണ്. ഗർഭം ധരിക്കുന്നത് പേടി സ്വപ്നമാണ്. കല്യാണം കഴിക്കുന്നത് ഭയങ്കരമായ സംഗതിയാണ്. സകലമാനം ഈ കോമഡി സീരീസ് മുഴുവൻ കല്യാണത്തെ മോശമായി ചിത്രീകരിക്കുക. കല്യാണം കഴിച്ച നരകമാണെന്നുള്ള മട്ടിലാണ് അച്ഛന്മാരും കന്യാസ്ത്രീമാരും കല്യാണം കഴിച്ചവരും പറയുന്നത്. പിന്നെ ആരാണ് ഇത് തമാശയ്ക്കെന്ന് പറയും. ചിലപ്പോൾ തമാശയാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. അത് എല്ലാവരും കല്യാണത്തെ മോശമായിട്ട് ചിത്രീകരിക്കണം, ഏത് കോമഡി എടുത്താലും. അപ്പോൾ പുതിയ തലമുറയ്ക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര നരകാവസ്ഥയായിട്ട് കണക്കാക്കണേ. മക്കളുണ്ടായാൽ നരകമാണെന്ന് കണക്കാക്കണേ. ആ തത്വചിന്ത മാറ്റാനാണ് എലിസബത്ത് പറയുന്നത്. ഗർഭഫലം അനുഗ്രഹീതം, പേറും പ്രസവവും അനുഗ്രഹീതം, പെണ്ണിന്റെ ഫലവും മണ്ണിന്റെ ഫലവും അനുഗ്രഹീതം. ഈ വചനത്തോട് ചേർന്ന് പോകാനാണ് എലിസബത്ത് പറഞ്ഞത്. വാർദ്ധക്യത്തിലാണ് എലിസബത്തിന്റെ കുഞ്ഞിനെ കിട്ടിയത്. ജനത്തിനിടയിൽ എനിക്കുണ്ടായ അവമാനം നീക്കിക്കളഞ്ഞെന്നാണ്. ഇപ്പൊ ആ പ്രായത്തിൽ നമ്മൾ ആരെങ്കിലും ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ നാട്ടുകാരെല്ലാവരും കൂടി കൊത്തി കൊല്ലൂല്ലോ. നിനക്ക് പൂതി മാറിയില്ലെന്ന് ചോദിച്ചിട്ട് ഇല്ലേ കൊത്തി കൊല്ലില്ലേ? മൂന്നാമതൊരു കുഞ്ഞുണ്ടായാൽ നമ്മുടെ നാട്ടുകാരെ വെറുതെ വെക്കുകയോ? അവർക്കെതിരെയൊക്കെ ശിക്ഷ നടപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അനാവശ്യ ബോഡി ഷെയ്മിങ്ങും അനാവശ്യ സാമൂഹ്യ സമ്മർദ്ദങ്ങളും അതിനെതിരെയാണ് തിരുവചനം. നമ്മൾ തിരുവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ശാപമായി തീരും. കരുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ തരത്തിലുള്ള സത്യം വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം എല്ലാവരും കാണിക്കണം, നമ്മളെല്ലാവരും കാണിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറി വരും. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും തമാശയ്ക്ക് ഉണ്ടാകാം. പക്ഷേ തമാശ അധികമായാൽ അത് തെറ്റായ പ്രത്യയശാസ്ത്രം ജനത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ചും യുവാക്കളുടെയും കുട്ടികളുടെയും ഇടയിൽ പ്രചരിക്കും. അങ്ങനെ വന്നാൽ സഭയും സമുദായവും മനുഷ്യ സമുദായവും ദേശരാഷ്ട്രവും അധപതിക്കും. അത് നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ മറിച്ച് പ്രോപ്പഗാൻഡ വേണം. പണ്ട് തെരഞ്ഞെടുപ്പുകൾ അരാഷ്ട്രീയവാദം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആരെ തെരഞ്ഞെടുത്തത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുകളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്ന് മുറവിളി കൂട്ടിയപ്പോൾ ആൾക്കാർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തുടങ്ങി. അരാഷ്ട്രീയവാദം കുറഞ്ഞു. ഇതുപോലെ തിന്മയ്ക്കെതിരെ നന്മയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. തിന്മയായ തെറ്റായ പ്രത്യയശാസ്ത്ര സമൂഹത്തിലുണ്ട്. അതിനെതിരെ നല്ല പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊന്നും പറയരുത്. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അന്നേരം പുറത്താക്കണം. കാരണം അവനാണ് ആ സമുദായത്തിലെ ഏറ്റവും വലിയ പിശാച്. ഒരാൾ വിചാരിച്ച നേരെയാവില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പിശാചന്റെ വിത്താണ്. ആ ഒറ്റ കാരണത്തിൽ നിങ്ങൾക്ക് അവനെ പിശാചന്റെ വിത്തായിട്ട് നിങ്ങൾക്ക് നിശ്ചയിക്കാം. കാരണം എന്താണ്? അവന് ദൈവവിശ്വാസമില്ല, ശുഭാപ്തി വിശ്വാസമില്ല. അവൻ പിശാചന്റെ വിത്താണ്. ഒതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും നേരെയാകാൻ പോകണില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പിശാചന്റെ വിത്താണെന്ന് നിങ്ങൾക്ക് അന്നേരം നിശ്ചയിക്കാം. കാരണം അവന് ദൈവവിശ്വാസമോ ശുഭാപ്തി വിശ്വാസമോ പ്രത്യാശയോ ഇല്ല.
അവരാണ് പിശാചിന്റെ സന്തതികൾ. അതിനാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ഈ പ്രായം ഏറിയ എലിസബത്ത് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഗർഭഫലം, കൃഷിഫലം, പെണ്ണിന്റെ ഫലം, പേറും പ്രസവവും, ആ തിരുവചനങ്ങളൊക്കെ ഞാൻ വായിച്ചു. അതെല്ലാം ആഘോഷമാക്കുന്ന ഒരു സമുദായം, ദൈവത്തിന്റെ സമുദായം, അത് രൂപപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. സമുദായ ശാക്തീകരണം ഈ തരത്തിലാണ് നടക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.